അപ്രതീക്ഷിതമായി കുറച്ച് ഗസ്റ്റുകൾ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി കൊടുത്താലോ? ആദ്യത്തെ ഗോസ്റ്റ് ദേ ഇവളാണ്. അപ്പം എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ, ചിക്കൻ കുറച്ച് കഴുകട്ടെ എന്ന് ഞാൻ കരുതി. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. ഐ മീൻ ബോയിൽ ചെയ്യാൻ, ഒരു ഹാഫ് ബോയിൽ ആവാൻ വേണ്ടി വെച്ചു. എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ സ്റ്റൂ വെക്കുന്നത്. ഇതിനു മുമ്പ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി എനിക്ക് യാതൊരു പരിചയമില്ല. കുറച്ച് വെജിറ്റബിൾസ് കൂടിപ്പോയി. അതുകൊണ്ട് ഇത് ചിക്കൻ സ്റ്റൂ ആണോ അതോ ചിക്കൻ കുറുമയാണോ എന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. എനിക്ക് ആക്ച്വലി ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് കുക്ക് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആൾക്കാരെ കഴിച്ചിട്ട് നല്ലതാണ് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചിക്കൻ സ്റ്റൂ വിശേഷങ്ങൾ. നമ്മുടെ അടുത്ത 2 ഗോസ്റ്റ് ഇവർ രണ്ടുപേരുമാണ്. നൂറ അതിലെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷ ഇല്ലാതാട്ടോ വന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ചിക്കൻ സ്റ്റൂവും കുറച്ച് ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഹസ്ബൻഡ് ഒരു 3-4 കൊട്ടൊക്കെ കൊടുത്ത്, അവളുണ്ടെങ്കിൽ അവളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ. എല്ലാവരും ഇരുന്ന് അവളെ അങ്ങ് വാരും. അപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷം.